എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പായസ റെസിപ്പി ആയിട്ടാണ്. ചെറുപയർ പരിപ്പ് പായസം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പായസത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ: ചെറുപയർ പരിപ്പ് 1.5 ഗ്ലാസ്. ഇത് നല്ലതുപോലെ വാഷ് ചെയ്ത് കഴുകി ഉണക്കിയെടുക്കും. അടുത്തത് വെള്ളം. ഈ വെള്ളത്തിൻ്റെ കണക്ക് നമ്മൾ എത്ര പരിപ്പ് എടുക്കുന്നോ അതിന് 1 ഗ്ലാസ് പരിപ്പാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം വെച്ച്. ശർക്കര ഉരുകിയത് 2 ഗ്ലാസ്. തേങ്ങാപ്പാൽ. ഇത് 1.5 തേങ്ങ ചിരണ്ടിയത് പാലെടുത്തതാണ്. 1-ാം പാലും 2-ാം പാലും. നെയ്യ് ആവശ്യത്തിനനുസരിച്ച്. കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് ഉണക്കമുന്തിരി. ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാക്കൊട്ട് ഇടുന്നത് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. 10 ഏലക്ക പൊടിച്ചെടുത്തത്, ചെറിയ കഷ്ണം ചുക്ക് പൊടിച്ചെടുത്തത്. പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെക്കുക. ഉരുളി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അടി കട്ടിയുള്ള പാത്രത്തിൽ പായസം വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടിക്ക് പിടിക്കാതിരിക്കും. അതുകൊണ്ടാണ് ഉരുളി ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞത്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് കട്ടിയുള്ള അലുമിനിയം കുക്കറാണ്. ഇതിനകത്താണ് ഞാൻ ഉണ്ടാക്കുന്നത്. പരിപ്പിൻ്റെ കളർ മാറി വരുന്നോടം വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഒരു ഉരുളിയാണെങ്കിൽ നമുക്ക് വാവട്ടം ഉള്ളതുകൊണ്ട് ഇളക്കാനൊക്കെ എളുപ്പമായിരിക്കും. പരിപ്പിൻ്റെ കളർ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇത് ആദ്യം നമ്മൾ ഇളക്കാൻ നേരത്ത് ഭയങ്കര ടൈറ്റായിരുന്നു. ഇപ്പം ലൂസായിട്ട് ഇളക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കണക്ക്. ഇത് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം. സിമ്മിലിട്ടതിന് ശേഷം വെള്ളം ഒഴിക്കുക. ഞാൻ 1 ഗ്ലാസ് പരിപ്പിന് 1.5 ഗ്ലാസ് വെള്ളം വെച്ചാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇത് സൈഡിലിരിക്കുന്ന പരിപ്പൊക്കെ നമുക്ക് വെള്ളത്തിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം അടച്ച് നമുക്ക് വേവിക്കാം. ഇത് അടച്ച് വെച്ച് നമുക്ക് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇത് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന കുക്കറിൻ്റെ അടപ്പല്ല. കുക്കർ ഉപയോഗിക്കുന്നവർ ആ അടപ്പ് യൂസ് ചെയ്യാതെ വേറൊരു അടപ്പ് യൂസ് ചെയ്യണം. ഇത് ഇടയ്ക്ക് തുറന്ന് നോക്കണം. തുറന്ന് നോക്കുമ്പം ഇതിൻ്റെ അകത്ത് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ ചെറുപയർ പരിപ്പ് വെന്തിട്ടുണ്ട്. ഈ ഒരു വേവ് മതി. പരിപ്പ് വെന്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. ഈ ശർക്കര ഉരുക്കിയത് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് നല്ലതുപോലെ തിളയ്ക്കണം. ശർക്കര പാനി തിളയ്ക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ച ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് കുറുകി വരുന്നോടം വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. പരിപ്പും ശർക്കരയും കൂടെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2-ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. തീ സിമ്മിലിട്ടിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാൻ. പാൽ ഒഴിച്ചതിന് ശേഷം 2-ാം പാൽ ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി. ഇനി 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി എടുത്തു വെച്ച് ചുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് അടച്ചു വെക്കാം. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എടുത്തു വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ എവിടെ പോയിന്ന്. ഇത് നമ്മൾ അവസാനമാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മളൊരു ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നു. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. തീ കുറച്ചിട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. കാഷ്നട്ടിൻ്റെ കളർ മാറി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്നട്ടും മുന്തിരിയും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുപയർ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.